അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു കുറുക്കൻ്റെ ഫേസ് മാസ്കും ഒരു കുക്കിനും ഉണ്ടാക്കിയാലും. ആദ്യം തന്നെ നമുക്ക് കുറുക്കനെ ഉണ്ടാക്കാം. അതിനും ഫേസിനായിട്ട് നമ്മൾ ഓറഞ്ച് ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് കുറുക്കൻ്റെ രണ്ട് സൈഡും ഇതേപോലെ ഒരു വൈറ്റ് ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ വരച്ചിട്ട് കട്ട് ചെയ്യണ്ടിട്ട് അതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിലേക്ക് ഒട്ടിച്ച് കൊടുത്തിട്ട് അതേ വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്യാട്ടോ ചെയ്യണത്. ഇനി നമ്മൾ ഈ വരച്ച ഈ വൈറ്റ് സാധനം ഉണ്ടല്ലോ, ഇത് ഇപ്പോൾ വരയ്ക്കണത് അതിൻ്റെ ചെവിയിൽ വെക്കുന്ന രണ്ട് സാധനങ്ങളാണ്. ഇനി നമ്മൾ ഇത് ഈ താടിയുടെ അവിടെ വരച്ച് വെള്ള ഷീറ്റിൻ്റെ അവിടെ നമ്മൾ അതിൻ്റെ കണ്ണ് വരച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തിട്ട് നമുക്കിത് ഇതേപോലെ കിട്ടും. എന്നിട്ട് നമ്മൾ ഇതെടുത്തിട്ട് ഈ ഓറഞ്ച് മാസ്ക് നമ്മൾ മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഓറഞ്ച് മാസ്കിൽ ചെയ്ത് കൊടുക്കല്ല ഒട്ടിച്ച് കൊടുക്കുക ചെയ്യണത്. അതിന് മുന്നേ കണ്ണിൻ്റെ മുകളിൽ പിരിക നമ്മളൊന്ന് സ്കെച്ച് കൊണ്ട് ഇങ്ങനെ ഔട്ട്ലൈൻ വരച്ചിട്ട് ഫുള്ളൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൊക്കിൻ്റെ ചുണ്ട് ഭയങ്കര പ്രത്യേകതയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കൊക്കിൻ്റെ ചുണ്ട് ഇങ്ങനെ തുറക്കും അടയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് നമ്മളിത് ഇങ്ങനെ ഒട്ടിച്ച് ബാക്കി ഔട്ട്ലൈനിൽ കാണുന്ന ഓറഞ്ച് കളറുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുറുക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കണ്ണൊന്ന് തുളച്ച് കൊടുക്കും. പിന്നെ ഈ വൈറ്റ് സാധനം നമ്മൾ ചെവിയുടെ അവിടെ ഒട്ടിച്ച് കൊടുത്താൽ നമ്മുടെ കുറുക്കൻ ചേട്ടൻ റെഡി. ഇനി നമ്മളിത് ഇതിൻ്റെ രണ്ട് സൈഡിലും വള്ളി വെച്ച് കെട്ടി കൊടുക്കട്ടെ ചെയ്യുന്നത്. അപ്പോഴാണ് മറന്നത് കുറുക്കൻ്റെ മൂക്ക് വരച്ച് കൊടുക്കാൻ മറന്നുപോയി. അങ്ങനെ നമ്മൾ മൂക്കൊക്കെ വരച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കിതപ്പൊക്കെ വരും കാര്യമൊക്കെ ഉണ്ടാവും, അതൊരു പനി വന്ന് പോയി എൻ്റെ എഫക്റ്റാണ്. അങ്ങനെ നമ്മൾ ബാക്കിൽ സൈഡിൽ വള്ളി കെട്ടി നമ്മുടെ കുറുക്കച്ചേട്ടൻ റെഡി. എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ കാണുന്നില്ല, അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഒരു കൊക്കിൻ്റെ ചുണ്ടാട്ടോ നമ്മൾ ആദ്യം ചെയ്യാൻ പോണത്. സംഭവം എന്താണെന്ന് വെച്ചാൽ എന്നോട് ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു മഞ്ഞ കളറിലുള്ള കൊക്ക്. പക്ഷേ ഞാൻ യൂട്യൂബ് ചെയ്തിട്ട് അത് ചെയ്ത കാരണം യൂട്യൂബുകാർ വെള്ള കളറിലുണ്ടാക്കിയത്. രണ്ട് കൊക്കും വള്ളിയൊക്കെ ഘടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഓർമ്മ വന്നത് മാധവേ ഇത് മഞ്ഞ കളറായിരുന്നല്ലോ. അത് ലാസ്റ്റ് ഞാൻ ഒരു നിവൃത്തിയിലുണ്ട് മഞ്ഞ ഫാബ്രിക് പെയിൻ്റ് അടിച്ച് വിട്ട് കൊടുക്കട്ടെ ചെയ്തത്. അങ്ങനെ നമ്മൾ പേപ്പർ കാണുന്ന പോലെയൊക്കെ ചറങ്ങും ഒക്കെ ഞാനിപ്പോൾ ഒരു ചുണ്ടുണ്ടാക്കണതാട്ടോ. അങ്ങനെ ഒരെണ്ണൂടി ഉണ്ടാക്കി രണ്ട് ഭാഗമായി അടയ്ക്കണ്ടേ. അങ്ങനെ നമ്മളിത് ഈ പേപ്പർ ഇതേപോലെയൊക്കെ ഇങ്ങോട്ടൊക്കെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മൂല രണ്ട് സൈഡ് ഇതേപോലെ മടക്കി കൊടുത്തിട്ട് ലാസ്റ്റ് ഇത് A4 ഷീറ്റിൽ ചെയ്യണേക്കാൻ ഭേദം നമുക്ക് ചാർട്ട് പേപ്പറിൽ ചെയ്യണതായിരിക്കും നല്ലത്. എന്നാലും കുറച്ചും കൂടി ബലം ഉണ്ടാവുള്ളൂ. A4 ഷീറ്റിൽ ചെയ്താൽ ചിലപ്പോൾ അത്രയും ബലം നമുക്ക് കിട്ടിയെന്ന് വരില്ല. അങ്ങനെ നമ്മുടെ ചുണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി മാസ്കിൻ്റെ ഈ അലാസ്റ്റിക് ഭാഗം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കാരണം നമ്മുടെ ചെവിട്ടിൻ്റെ അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ചെവിട്ടിൻ്റെ അവിടേക്ക് വെച്ചാൽ കറക്റ്റ് ഫിറ്റായിട്ട് നമ്മുടെ ചെവിയുടെ അവിടെ ഇരുന്നോളും. ഇതേപോലെ ക്രോസ് ചെയ്തിട്ട് നമ്മളിത് ഈ അലാസ്റ്റിക് ഇതിൽ ജോയിൻ ചെയ്ത് കൊടുക്കട്ടെ ചെയ്യണത്. അതിനുശേഷം മൂക്കിൻ്റെ രണ്ട് സൈഡിൽ ഒരു ദ്വാരം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. കൊക്കിന് എല്ലാവർക്കും ശ്വാസം വിടണ്ടേ. അങ്ങനെ അതിൻ്റെ മുഖം ഭാഗമാണ് ഇപ്പോൾ ചെയ്യണത്. റൗണ്ട് വരച്ചത് എങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കണ്ണ് റെഡി. ആ റൗണ്ട് വരച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കണ്ണ് തേണ്ടൊക്കെ ചെയ്ത് കൊക്കിൻ്റെ ചുണ്ടെന്ന് സൈഡിൽ നിന്ന് ചെരിഞ്ഞ പോലെ ആരുടെയൊന്നും തല്ല് കിട്ടി കൊക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കൊക്ക്